മരിച്ചു ഈ സമൂഹത്തോടും എൻ്റെ ബന്ധുക്കളോടും സംഘടനക്കാരോടും അന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ എല്ലാവരോടും, ഞങ്ങളെ കൈവിട്ട എല്ലാവരോടും പ്രതികാരം ചെയ്യണമെന്നുള്ള മരിക്കണം, ജീവിക്കണമെന്ന് ഇല്ല, മരിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചു കിടന്ന ഒരു രാത്രി. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ അമ്മച്ചിയുടെ സാഹചര്യം എല്ലാവരും കൈവിടപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഭർത്താവ് കടബാധിതയായി സാമ്പത്തിക സഹായം കൊടുക്കാൻ പറ്റാതെ ഒരു ജ്യോതിഷാലയങ്ങളിലെല്ലാം പോയി അവിടെയും കൈവിടപ്പെട്ടു, ബന്ധുക്കൾ കൈവിടപ്പെട്ടു, വളരെ വേദനയുടെ നടുവിലായിരിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മേ, ഇത്രയും ഒരവസ്ഥയിൽ പിന്നെ ആരാണ് ഇങ്ങനൊരു പ്രതികൂല സാഹചര്യത്തിൽ ഈ മക്കളെ വളർത്താൻ സാമ്പത്തികമായും കഴിക്കാനുമൊക്കെ എവിടെ നിന്നാണ് അമ്മയ്ക്ക് ഒരു സഹായം കിട്ടിയതെന്ന് വ്യക്തിപരമായി എന്താണ് അമ്മയുടെ അനുഭവം എന്നൊന്ന് വിശദീകരിക്കാം. രാത്രി മരിക്കാൻ തീരുമാനിച്ചു. വിഷം വാങ്ങാൻ പൈസ ഇല്ല. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കാൻ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു അമ്പലമുണ്ട്, ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോയാൽ ഈ വിഷക്കായ് കിട്ടും. കാഞ്ഞിരത്തിൻ്റെ വേരോ അല്ലെങ്കിൽ മഞ്ഞ അരളിയുടെ കായോ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി 16 വയസ്സായ എൻ്റെ മകൻ ഇറങ്ങിപ്പോയി. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു മരിക്കാൻ. പലപ്പോഴും ഞാൻ അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഞാൻ മക്കളെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ആത്മഹത്യ മരിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അന്നൊന്നും നടന്നില്ല. അങ്ങനെ പോയ എൻ്റെ മകൻ പോയപ്പോൾ ഒരു വഴിവക്കിൽ വെച്ച് ഒരു നാമധേയ ക്രിസ്തീയ അനുഭവത്തിലുള്ള ഒരു മകൻ പറഞ്ഞു, എൻ്റെ മകൻ വാടിയ മുഖത്തോടെയാണ് പോയത്, ജീവിച്ചു കൊതി തീർന്ന അപ്പനെക്കുറിച്ച് ഒരറിവില്ല, എല്ലാവരും നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള സങ്കടപ്പെട്ട് പോയപ്പോഴാണ് ഒരു മകൻ പറഞ്ഞു, നിന്നെ യേശു സ്നേഹിക്കുന്നു. അപ്പോൾ എൻ്റെ മകൻ ചോദിച്ചു, 30 കോടിയല്ല അതിനേക്കാൾ അപ്പുറമായി ദേവന്മാരെ ഞങ്ങൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തിട്ട് അവർക്കാർക്കും ഞങ്ങളെ കഷ്ടകാലത്ത് ഞങ്ങളെ സഹായിക്കാൻ ഒരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റാതിരുന്നപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു ആണോ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വന്നിരിക്കുന്നത്? ഈ കഷ്ടകാലത്ത് നിങ്ങൾ മതം മാറ്റാൻ ഞങ്ങളുടെ അടുക്കൽ വരണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകൻ മുന്നോട്ട് നടന്നു. അപ്പോഴും മുന്നോട്ട് നടന്നപ്പോൾ ആ സഹോദരൻ എൻ്റെ മകനോട് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, യേശു നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന ശബ്ദമാണ് ഞാൻ നിന്നോട് സംസാരിച്ചത്. നീ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഉപദേശി അവിടെ ഇരിപ്പുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ആ ഉപദേശിയുടെ അടുക്കൽ പോയാൽ നിനക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഈ ബൈബിൾ അടിസ്ഥാനം പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, ചാകാൻ പോകുമ്പോഴാണ് ഉപദേശം കേൾക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയപ്പോൾ അവൻ്റെ മോൻ്റെ ഉള്ളിലിരുന്ന് ആരോ സംസാരിക്കുന്ന പോലെ ശബ്ദം കേട്ടു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കേൾപ്പാനിടയായി. അങ്ങനെ അപ്പോഴൊന്നും ഇതാരാണോ എന്താണോ ഒന്നും അറിയില്ല. മുമ്പോട്ട് തന്നെ പോയപ്പോൾ അവിടെ ഒരു ശബ്ദം കേട്ടു, മാനവരാശിയുടെ രക്ഷകൻ, ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, നിറമില്ല, ഒന്നുമില്ല, മാനവരാശിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നീ ഇന്ന് ഏത് അനുഭവത്തിലായിരിക്കുന്നുവോ ആ അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആ ജീവനുള്ള ദൈവത്തിന് കഴിയുമെന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. എൻ്റെ മകൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു. ഏത് ശാപത്തിൽ കിടക്കുന്നവനെയും ആ ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന യേശു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെക്കുറിച്ച് ജ്യോതിഷക്കാർ പറഞ്ഞില്ലേ, ബന്ധുക്കൾ പറഞ്ഞില്ലേ, എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. എൻ്റെ കുടുംബം ശപിക്കപ്പെട്ടു, ശാപത്തിൻ്റെ അനുഭവത്തിലാണ്. അതുകൊണ്ടാണ് എൻ്റെ പിതാവിനെന്ത് പറ്റി, ഒരു നന്മ അനുഭവിക്കാൻ പോയ കഷ്ടവും ദുഃഖവും ദുരിതവും സങ്കടങ്ങളും മാത്രം തന്ന ഇത് ശാപമാണ് എങ്കിൽ യേശുവിന്, ഇദ്ദേഹം പ്രസംഗിക്കുന്ന ഈ യേശുവിന് എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പിതാവിന് എന്ത് പറ്റിയെന്ന് പറയുവാനോ ഈ ശാപത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എൻ്റെ മകൻ്റെ ഉള്ളിലിരുന്ന് ഒരു ശബ്ദം കേട്ടു. അവൻ പറഞ്ഞു, ഇത് പറയുവാനിടയായി, അങ്ങനെ ഒരു ദൈവമുണ്ടോ, ഈ ഇദ്ദേഹം പ്രസംഗിക്കുന്ന യേശുവിന് അതിന് കഴിയുമോ എന്ന് കേട്ട് തീരുന്നതിന് മുന്നേ തന്നെ അവിടെ കണ്ണും തുറന്ന് ആ കൂട്ടായ്മ 5-6 പേര് മാത്രം ഇരുന്ന് പുറത്തു ചെന്ന് അവരാരും കാണാതെ ഇരുന്ന എൻ്റെ മകന് ആ ഒരു ശബ്ദം അവൻ ഉള്ളിൽ നിന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ തന്നെ അവൻ്റെ കണ്ണ് താനെ അടയുകയും ഏതോ ഒരു ശക്തി ഒന്ന് തലയിൽ കൂടി അകത്തേക്ക് ഇറങ്ങുന്നതായി എൻ്റെ മകൻ അനുഭവപ്പെട്ടു എന്ന് പറയുവാനിടയായി. അങ്ങനെ അവൻ അവിടെ ഇരുന്നു. അവൻ അപ്പോൾ ആ മരിക്കണമെന്നുള്ള മരിക്കുക എന്ന് ഞങ്ങളെ മരണത്തിലേക്ക് തള്ളിയിടുവാൻ ശ്രമിച്ച
എല്ലാ ശാപത്തിൻ്റെ അനുഭവങ്ങളും ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളും വിട്ട് എൻ്റെ മകന് മരിക്കണ്ട, ജീവിക്കണമെന്ന് തോന്നുവാനിടയായി. എന്തോ എൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ തോന്നി. നീ സ്തോത്രം, ഹല്ലേലൂയ, ജീവിക്കണമെന്ന് പറയുന്ന ശബ്ദം എൻ്റെ മകൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു. ആ ഒരു ദൈവശക്തി. അതുപോലെ ബലഹീനപ്പെട്ട് തളർന്ന് നിരാശപ്പെട്ട് വാടിയ മുഖത്തോടെ ഇരുന്ന എൻ്റെ മകൻ പെട്ടെന്ന് മുഖം പ്രകാശിതമായെന്ന് എൻ്റെ മകൻ പറഞ്ഞു. അവിടെ ഒരു ദൈവശക്തി വ്യാപരിച്ചു എന്ന് പറയുവാനിടയായി. അപ്പോൾ എൻ്റെ മകന് തോന്നി, ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും മരിക്കണ്ട, ഞാൻ വേഗം ഓടി എൻ്റെ ഭവനത്തിൽ പോകണം, എൻ്റെ അമ്മയോടും എൻ്റെ സഹോദരനോടും ഈ സത്യം പറയണം. ഞാൻ ചെല്ലാൻ താമസിച്ചാൽ എൻ്റെ അമ്മയും സഹോദരനും ആത്മഹത്യ ചെയ്താലോ, ആ ഒറ്റ ചിന്തയെ ഞങ്ങളുടെ ഉള്ളിലുള്ളൂ എന്ന് വിചാരിച്ച് എൻ്റെ മകൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അപ്പോൾ തന്നെ അവൻ ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു. ഓടി വന്നപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, വിഷം കിട്ടിയോ മോനെ എന്ന് കേട്ടു. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, ഇല്ല, നമ്മൾ മരിക്കണ്ട, ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലയിൽ കൈവച്ച് നെഞ്ചത്തടിച്ച് ഞാൻ വിളിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ മകന് മെൻ്റലായി. കഷ്ടവും സങ്കടവും ദുഃഖവും ദുരിതവും ഏറി അപ്പനെക്കുറിച്ചുള്ള ഭാരങ്ങളും നിമിത്തം എൻ്റെ മകൻ പിച്ചും പേയും പറയുന്നു, മെൻ്റലായി എന്ന് പറഞ്ഞ് ഞാൻ കരയുവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മൂത്ത മകൻ പറഞ്ഞു, ഇല്ലമ്മേ, നമ്മൾ നാളെ ഞാൻ ചെന്ന് വിഷം കൊണ്ടുവരാം, നമുക്ക് മരിക്കാം. ഇവനെ ഇവൻ എന്തൊക്കെയോ പറയുന്നു, ആരോ ഇവനെ സ്വാധീനിച്ച് കാണും, ക്രിസ്ത്യാനികൾ സ്വാധീനിച്ച് കാണും എന്ന് പറഞ്ഞ് എന്നെ. പക്ഷേ അന്ന് പിറ്റേന്ന് അതിരാവിലെ ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മോള് ചോദിച്ചല്ലോ, ആരാണ് നിങ്ങളെ കഷ്ടകാലത്ത് സഹായിച്ചത്, അതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. പിറ്റേന്ന് അത് രാവിലെ തന്നെ ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ ആരോ കതകിൽ തട്ടുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ ആരും എഴുക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ എഴുന്നേറ്റിട്ട് എന്ത് കാര്യം, സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഉദിക്കരുതേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം ഉദിച്ചാലും അസ്തമിച്ചാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനില്ല. ഞങ്ങൾ കിടക്കുകയാണ്, ഉറക്കം നഷ്ടപ്പെട്ടവരായി. അങ്ങനെ കിടന്നപ്പോഴും കതകിൽ തട്ടുന്നു. അങ്ങനെ എൻ്റെ ഇളയ മകൻ തന്നെ ചെന്ന് വാതിൽ തുറന്നപ്പോൾ തലേ ദിവസം അവിടെ കണ്ട ആ ഉപദേശിയാണ്, പ്രസംഗിച്ച ഉപദേശിയൊന്നും മുറ്റത്ത് നിന്നില്ല, ഞങ്ങളെ മുറ്റത്ത് നിന്ന് റോഡിൽ നിൽക്കുന്നതായി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു ദർശനം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു, അതിൽ നിന്ന് അവരെ ചെന്ന് അവിടെ അവർക്ക് വേണ്ടി ആ ഭവനത്തിൽ പോകാൻ വേണ്ടി ദൈവം എന്നോട് സംസാരിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ പരിഹാസിച്ചു ഈ പട്ടിണി കിടന്നിട്ടും കഷ്ടത അനുഭവിച്ചപ്പോഴും ഞങ്ങൾ പരിഹസിച്ച് ചിരിക്കുകയാണ്. ആരാണ് ഇദ്ദേഹത്തെ ഇവിടെ പറഞ്ഞയച്ചത്? ഞങ്ങൾ ആദ്യമായി കാണുന്ന ഒരു വ്യക്തി, ഞങ്ങൾ ആദ്യമായി കാണുന്ന ഈ വ്യക്തിക്ക് ഞങ്ങളെക്കുറിച്ച് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് ഞങ്ങൾ ചിന്തിക്കുവാനിടയിൽ. അദ്ദേഹം പറഞ്ഞു, ഒരു 5 മിനിറ്റ് തരാമോ, ഈ വീട്ടിനകത്തൊന്ന് ഞാൻ കയറിക്കോട്ടെ, എന്നോട് ദൈവം സംസാരിച്ച് നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് അടികൊള്ളും, ഈ ദേശം മൊത്തം നമ്മളെ ഹിന്ദു ഏരിയയാണ്, അച്ചാപ്പൻ്റെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അടികൊള്ളും, അതിനു മുമ്പേ ഈ സ്ഥലം വിടാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു സെക്കൻഡ് മതി. അങ്ങനെ എൻ്റെ മകൻ പറഞ്ഞു, ഞാൻ കണ്ട മനുഷ്യനല്ലേ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിൽ ചെന്ന് നിന്നു. അദ്ദേഹം ഹാളിൽ കയറി അദ്ദേഹം മുട്ടിൽമേൽ നിന്നു. ഒരു പരിചയമില്ല, എത്രയോ ജ്യോതിഷക്കാരെ മന്ത്രവാദികളെ കുടുംബത്തിനകത്ത് തന്നെ ജ്യോതിഷക്കാരുണ്ട്. അവരാരും ഞങ്ങൾക്ക് ഈ കഷ്ടതയെന്നോ ഞങ്ങളെ കാര്യങ്ങളോ പ്രശ്നം വെച്ച് നോക്കിയിട്ട് ഒന്നും അവർക്ക് തെളിയാത്തതാണ്. ആദ്യമായി ഞങ്ങളെ കണ്ടിട്ടില്ല. തലേദിവസം ആ വ്യക്തി പറയുകയാണ്, നിങ്ങൾ മരിക്കേണ്ടവരല്ല, കർത്താവ് എന്നോട് പറയുകയാണ് നിങ്ങൾ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒരു ജ്യോതിഷക്കാരും ഞങ്ങൾ വിഷം വാങ്ങാൻ പോകുന്നതോ മരിക്കാൻ ആരും പറഞ്ഞില്ല. പക്ഷേ ഈ ദൈവാത്മാവുള്ള ഈ മനുഷ്യൻ പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ മരിക്കാനുള്ളവരല്ല, നിങ്ങൾ ജീവിച്ചിരിക്കണം എന്ന് പറയുവാനിടയായി. പിന്നെ പല കാര്യങ്ങളും ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു ദൈവ സാന്നിധ്യം തന്നെ വീട്ടിനകത്ത് വ്യാപരിച്ചു. മാത്രമല്ല, ഞാനിത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഒരു പരിചയമില്ലാത്ത ഒരു അന്യ പുരുഷൻ വന്ന് ഞങ്ങളെ കാര്യങ്ങളെല്ലാം പറയുവാൻ ഇദ്ദേഹം ആരാണ്? ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ട് ആരും പറയാത്തതാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് പറയുവാനിടയായി. അങ്ങനെ ആ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ദൈവമായ യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ദൈവം നിങ്ങളെ ദൈവമെന്നില്ല, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുന്ന പോലെ പറഞ്ഞാൽ മതി, ദൈവത്തിന് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കരയാൻ തുടങ്ങി. ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം എങ്ങനെയെന്നും അറിയില്ല, ഈ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല.
അതുകൊണ്ട് നമ്മൾ കരയാൻ തുടങ്ങി. ചുമ്മാ കണ്ണുനീര് തന്നെ. പലരും പറയാറുണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം വലിയ സാമ്പത്തികമായിട്ടുള്ള വിടുതലുണ്ടായി, രോഗങ്ങൾ മാറി, അങ്ങനെ വലിയ അത്ഭുതങ്ങൾ നടന്നു. അത് എങ്ങനെയായിരുന്നു? വാട്ട് വാസ് യുവർ ലൈഫ് ആഫ്റ്റർ ദാറ്റ്? എങ്ങനെയുണ്ടായിരുന്നു അതിനുശേഷം? മോള് ചോദിച്ചതുപോലെ പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു. അത് നടന്നതാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, ഉപദേശിച്ച് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4-ാമത്തെ ദിവസം എൻ്റെ ഭർത്താവ് ലോകം പറഞ്ഞു, ബന്ധുക്കൾ സ്വന്തം എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ് മരിച്ചുപോയി, ഇനി നാട്ടിൽ തിരിച്ചു വരില്ല, നോക്കിയിരിക്കണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ നിന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നൊരു ഫോൺ കോൾ വന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ അത്ഭുതം ആദ്യമായി ഞങ്ങളുടെ സംഭവിച്ചത്. എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു കേൾപ്പാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന തുടർന്നു. പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും ഞങ്ങൾ കരയുവാൻ, ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ തന്നെ ഇരുന്ന് പറയാൻ തുടങ്ങി. ഇന്നും ഓരോ ദിവസം കഴിയുന്തോറും ആരോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ആരോ ഞങ്ങളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ഒരു ബോധം ഞങ്ങളുടെ ഉള്ളിൽ, ഒരു ശൂന്യമായ ആ അനുഭവത്തിൽ നിന്നും ഒരു ജീവൻ ഉള്ളതുപോലെ മരണഭീതി മാറി ജീവിക്കണം, ആരോ ഞങ്ങളെ അറിയുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ദിനംതോറും ഞങ്ങൾ വളരുവാനായി തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങുകയും തികച്ചും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങനെ ക്രിസ്തീയ രീതിയിലുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അമ്മച്ചിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായി കാണുമല്ലോ, എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് ഒന്ന് വ്യക്തമാക്കി പറയാമോ? അങ്ങനെ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടിയപ്പോൾ ദേവദാസ് ഞങ്ങളുടെ ഭവനത്തിൽ ആദ്യമായി വന്ന ഉപദേശി ഞങ്ങൾ വിളിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു അനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ അനുഭവത്തിൽ പോകും. അങ്ങനെ ഒരു സമാധാനം കിട്ടിയപ്പോൾ ഞങ്ങൾ ആ ഉപദേശിയെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചർച്ചിൽ വരണമെന്ന് പറയാനിടയായി. അങ്ങനെ ഞാനും എൻ്റെ മക്കളുമായി, എൻ്റെ ഇളയ മകനുമായി ചർച്ചിൽ പോകാനായി തുടങ്ങി. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ ഭവനത്തിൽ എൻ്റെ സമീപത്തൂടി പോയ സഹോദരിമാരെല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്നവരോട് അവരെ ഞങ്ങൾ വിളിച്ചു. ആദ്യമായി ഞങ്ങളുടെ ആരും ഈ യേശു ജീവിക്കുന്നുവെന്നോ ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവരെ അങ്ങോട്ട് വിളിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു. അവർ ഞങ്ങളുടെ ഭവനത്തിൽ പേടിച്ചിട്ടാണെങ്കിൽ പോലും ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിൽ വന്നു ഞങ്ങൾ ഒരുമിച്ച് ആ അനുഭവത്തിൽ നിന്നപ്പോൾ നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും സമൂഹം സംഘടനക്കാരും എല്ലാവരും ഇളകി മറിഞ്ഞു. അങ്ങ് ഈ ഭവനത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിൽ അങ്ങനെ ക്രിസ്ത്യാനികൾ ഭവനത്തിൽ കയറാൻ പാടില്ല. വളരെ പ്രതികൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു.